സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ കണ്ണ് നിറയുന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് വിളിച്ചിട്ട് പറയാൻ പോവാൻ. എന്തിനെന്നറിയോ? അനുഭവങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം കൊന്നുകളയാനല്ല, അതിനകത്തൊരു പാഠം ഉൾക്കൊള്ളാനാണ്. അതിനൊരു പാഠം ഉൾക്കൊള്ളാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞു പോവുകയാണ്. ഇതുപോലെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു പോകുമ്പോഴാ ഒരു ചെറുപ്പക്കാർ 2-3 കൂട്ടുകാർ കൂടിയിട്ട് വാഹനത്തിന്റെ ഉള്ളിൽ ചീറിപ്പാഞ്ഞു വരികയാണ്. നമ്മുടെ വാഹനത്തിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയാ. വാഹനം അവിടെ നിൽക്കുകയാണ്. അതിൽ നിന്ന് 2 ചെറുപ്പക്കാർ വന്നു. ഉസ്താദേ, നിങ്ങളോട് സംസാരിക്കാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, കൊണ്ടുവരിക. ആ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. യാ അല്ലാഹ്, ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടത്തേക്കാണ് കടന്നു പോകുന്നത്? ഇന്നത്തെ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്കാണ് ഉസ്താദേ. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യുവോ? എനിക്കൊരു കാര്യം നിങ്ങളോട് പറയുവാനുണ്ട്. ബാക്കിയുള്ള 2 പേരും ആ വാഹനത്തിൽ വരട്ടെ, നീ ഈ വാഹനത്തിൽ വന്നോ എന്ന് പറയുമ്പോ ആ ചെറുപ്പക്കാരൻ വാഹനത്തിന്റെ ഉള്ളിലിരിക്കുകയാണ്. അവൻ പറയാൻ തുടങ്ങി, ഉസ്താദ്, എനിക്കൊരു ഉമ്മയുണ്ട് ഉസ്താദേ, എനിക്കൊരു ഉമ്മയുണ്ട്. ആ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയും ഞാൻ സന്തോഷത്തിലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുനീരോടെ വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയുമ്പോ, വിഷമത്തോടെ കരഞ്ഞു പോകുമ്പോ, വിഷമത്തോടെ നൊമ്പരപ്പെട്ടുകൊണ്ട് കടന്നു പോകുമ്പോഴോ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, കരയുന്നതിന് മുമ്പ് എന്തേ നീ കരയുന്നത്? ഉമ്മയെ കൊണ്ടെന്താ നീ ആഗ്രഹിച്ചു പോയത്? ഉസ്താദേ, ബാപ്പ മരിച്ചിട്ട് എന്റെ ഉമ്മയാണെന്ന് നോക്കിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഉമ്മയും ഒത്തുകൊണ്ട് കഴിഞ്ഞുകൂടുകയോ. എന്റെ ഉമ്മാക്ക് അസ്ഥി ഉരുക്കത്തിന്റെ രോഗമുണ്ട്. ഉമ്മാന്റെ കാലുകളെല്ലാം തളർന്നു പോവുകയാണ്. വേദനയോടെ വിഷമത്തോടെ എന്റെ ഉമ്മ കടന്നുകൂടുകയോ. നൊമ്പരത്തോടുകൂടി പ്രിയപ്പെട്ട ഉമ്മ കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ കടന്നു പോകുന്നത് കൊണ്ട് എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, പൊന്നുമോനെ, കല്യാണം കഴിക്കുക. പ്രിയപ്പെട്ട ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് കല്യാണം കഴിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. കുടുംബജീവിതം സന്തോഷകരമായി കടന്നു പോവുകയാ. അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നു ഉസ്താദേ. ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുമായി കടന്നു പോകുമ്പോഴോ അല്ലാഹ്, എന്റെ ഉമ്മ അവിടെ നിന്ന് വയസ്സായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഉമ്മാക്ക് രോഗം മോചിക്കുന്നുണ്ട്. ഒരു വേള പാതിരാത്രിയിൽ എന്റെ ഉമ്മ മലമൂത്ര വിസർജനത്തിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ആ എഴുന്നേക്കുന്ന സമയം പെട്ടെന്ന് മറിഞ്ഞു വീഴുകയോ. എന്റെ ഉമ്മയുടെ 2 കാലുകളും ഒടിഞ്ഞു പോവുകയാണ്. അസ്ഥിവൃക്കത്തിന്റെ രോഗമുള്ള ഉമ്മയാണല്ലോ. 2 കാലുകളും ഒടിഞ്ഞു പോയത് കൊണ്ട് പ്രിയപ്പെട്ടവും അവിടെ കിടന്നുകൊണ്ട് കരയുകയാണ്. ഇപ്പതാ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയിട്ട് ഉമ്മാന്റെ കാലിൽ പ്ലാസ്റ്റർ ഇടുകയാ. 2 കാലുകളിലും ഒരുപോലെ പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു വേള എന്റെ പ്രിയപ്പെട്ടവള് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇക്കാ, ഒന്നുകിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ ഞാനും ഈ 2 മക്കളും, അതല്ലാതെ ഈ വീട്ടിന്റെ ഉള്ളിൽ കഴിയൂല. ഇനി നിങ്ങളുടെ ഉമ്മാന്റെ മലം പാരാൻ എന്നെ കിട്ടൂല, നിങ്ങളുടെ ഉമ്മയുടെ മൂത്രമെടുക്കാൻ എന്നെ കിട്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ ഗദ്ഗതത്തോടെ നൊമ്പരത്തോടെ പൊട്ടി പൊട്ടിയെന്ന് കരയുമ്പോ ആ പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് പറഞ്ഞു, പെണ്ണേ, ഉമ്മയുടെ കാലൊന്ന് ശരിയാകട്ടെ, ഈ പ്ലാസ്റ്റർ ഒന്ന് എടുത്തു മാറ്റട്ടെ, അത് കഴിഞ്ഞാൽ ഉമ്മാനെ നമുക്കൊന്ന് മാറ്റി താമസിപ്പിക്കാം എന്ന് പറഞ്ഞു ഉസ്താദേ. എന്റെ ഉമ്മാന്റെ 2 കാലുകളിലെ പ്ലാസ്റ്ററും എടുത്ത് മാറ്റുകയാണ്. ഞാൻ എന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നാളെ നേരം വെളുക്കുമ്പോ നമ്മളൊരു യാത്രക്ക് വേണ്ടി കടന്നു പോവുകയാണ്. സന്തോഷമുള്ള യാത്രയാണല്ലോ. ആ ഉമ്മാന്റെ മനസ്സന്ന് പിടഞ്ഞു ഉസ്താദ്. എത്രയോ ദിവസങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മാന് എവിടെയും ഞാൻ കൊണ്ടുപോയിട്ടില്ല. അങ്ങനെയതാ എന്റെ ഉമ്മാനോട് പറയുമ്പോഴെന്റെ ഉമ്മ സമ്മതിക്കുകയാണ്. നേരം വെളുത്തു, ഞങ്ങളൊക്കെ ഒരുമിച്ച് യാത്രയ്ക്ക് വേണ്ടി കടന്നു പോവുകയാ. ഉമ്മ വാഹനത്തിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുകയാണ്. ഒരു കെട്ടിടത്തിന്റെ മുമ്പ് എത്തിയപ്പോ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ശ്രദ്ധിച്ചോ, ഒരു കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഇന്നു മുതൽ എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ്, എന്റെ ഉമ്മ താമസിക്കുന്നത് ഇവിടെയാണ് എന്ന് പറയുമ്പോഴുമ്മ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ മക്കളുള്ളപ്പോ
എന്റെ മരുമകളുള്ളപ്പോ, എന്റെ പേരക്കുട്ടി ഉള്ളപ്പോ എങ്ങനെയാ ഞാൻ വിഷമിക്കുന്നത്? ഇവിടെ കഴിയാമെന്ന് പറയുമ്പോഴെന്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു പോയി, ഉമ്മ നിങ്ങൾ ഒറ്റക്കാണ് ഇവിടെ കഴിയുന്നത്, അതല്ലാതെ മക്കളില്ല, മരുമക്കളില്ല, പേരക്കുട്ടികളില്ല എന്ന് പറയുമ്പോൾ ചോദിച്ചു, മോനെ ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? എഴുത്തും വായനയും അറിയാത്ത പ്രിയപ്പെട്ട ഉമ്മ അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്, പൊന്നുമോനെ, പൊന്നുമ്മ, ഈ സ്ഥലത്തിന്റെ പേരാണ് വൃദ്ധസദനം. എവിടെന്നോ കേട്ടിട്ടുണ്ട് ഉമ്മ വൃദ്ധസദനത്തെ പറ്റിയിട്ട്. എവിടെന്നോ ഉസ്താദേ? എന്റെ ഉമ്മ വൃദ്ധസദനത്തെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ കണ്ണുകൾ നിറയുകയാ, കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകി വരികയാണ്. ഞാൻ കൊണ്ടുപോയ ബാഗന്റെ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു. ഉമ്മ അങ്ങനെ കടന്നു പോവുകയാണ്. എവിടേക്കാണ്? വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ. അതും പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നത് കാണുമ്പോ എന്റെ മനസ്സൊന്ന് പൊട്ടി ഉസ്താദ്. കാരണം എന്തെന്നറിയോ? നേഴ്സറിയിലേക്ക് എന്റെ ബാപ്പ മരിച്ചു പോയിട്ടും എന്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ആ ഒരു ഓർമ്മ എന്റെ മനസ്സിലേക്കൊന്ന് കടന്നു വരികയാണ്. ആ ഉമ്മാനെ തിരിച്ചുവിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ വന്നു. എത്രയായാലും ഉമ്മയല്ലേ, അറ്റുപോകാതുള്ള ബന്ധം പെറ്റ വയറിനാണടാ. അറ്റുപോകാത്തൊരു ബന്ധമുള്ളത് പെറ്റ വയറിനാണല്ലോ. അതുകൊണ്ട് എന്റെ ഉമ്മാനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴെന്റെ ഉമ്മ കൈയാട്ടി എന്നെ വിളിച്ചു. ഞാൻ എന്തിനാണ് ഉമ്മ വിളിക്കുന്നത് എന്നറിയില്ല. എന്റെ ഉമ്മയുടെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കവിൾ തടത്തിൽ മുത്തം തരികയാണ്. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, അല്ലാഹുവാണ് സത്യം, എനിക്കൊരു പ്രയാസമില്ലല്ലോ, എനിക്കൊരു നൊമ്പരമില്ലല്ലോ, മോന് പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം കേട്ടോ എന്ന് പറയുമ്പോ കണ്ണു നിറഞ്ഞു ഉസ്താദ്. എന്നാലും എന്റെ പ്രിയപ്പെട്ടവളും എന്റെ മക്കളും എന്ന് പറയുമ്പോ എനിക്ക് ജീവനാണല്ലോ. സന്തോഷത്തോടെ വീട്ടിലേക്കൊന്ന് കടന്നു വരികയാ. ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ എന്റെ വാഹനമെടുത്തു. വർക്കലയിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. അല്ലാഹുവേ, പെട്ടെന്നൊരു വാഹനം കടന്നു വരികയാണ്. ആ വാഹനവുമായിട്ട് എന്റെ വാഹനം ഒന്ന് കൂട്ടിയിടിക്കുകയാണല്ലോ. എന്റെ ബോധമെല്ലാം നഷ്ടപ്പെടുകയോ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഉള്ളില് കിടന്നുകൊണ്ട് ഞാനൊന്ന് കണ്ണു തുറക്കുമ്പോഴോ എന്റെ രണ്ട് കാലിന്റെ സ്ഥാനത്താ രണ്ട് കാലുകളില്ല. രണ്ട് കാലിന്റെ സ്ഥാനത്താ രണ്ട് കാലുകളില്ല. ആ രണ്ട് കാലുകളും മുറിച്ചു മാറ്റിയിരിക്കുകയാൻ. ചെറുപ്പക്കാരാ, ഉമ്മാനെ ബാപ്പാനെ വെറുപ്പിച്ചാൽ നാളെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു മാറ്റിവെക്കൂല. യുഅജ്ജിലുഹു, ഉടൻ അല്ലാഹു അതിന്റെ ശിക്ഷ തരുന്നതാണ്. രണ്ട് കാലുകളും നഷ്ടപ്പെട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവൾ എന്റെ ചാര വന്നിട്ട് പറഞ്ഞു, ഇക്കാ, ഈ രണ്ട് കാലുകളില്ലാത്ത ഒരാളെ ഭർത്താവായിട്ട് അംഗീകരിക്കാതിരിക്കു പറ്റൂല എന്ന് പറഞ്ഞിട്ട് എന്റെ രണ്ടു മക്കളെയും പിടിച്ചിട്ട് അവളവളെ വീട്ടിൽ പോയി. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഇവിടെ വിഷമിച്ചിട്ട് ഞാൻ കിടക്കുകയാ. മലത്തിലും മൂത്രത്തിലും കുളിച്ചു കിടക്കുകയാ. അയൽപക്കത്തുള്ളൊരു ചെറുപ്പക്കാരൻ കടന്നു വരുമ്പോ അവന്റെ സഹായത്തോടുകൂടിയാ ഞാനെല്ലാം കഴുകി വൃത്തിയാക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. ഒരു വേള പാതിരാത്രി 2:30 മണിയാകുമ്പോ എന്റെ വീട്ടിന്റെ വാതിലിൽ ആരോ കടന്നു വന്നുകൊണ്ട് മുട്ടുകയാണ്. ആരാണെന്നറിയൂല. അവിടെ എന്റെ കൂട്ടുകാരൻ കടന്നു വന്നിട്ട് നേരം വെളുത്ത് വാതിൽ തുറക്കുകയാണ്. അല്ലാഹുവേ, ആ സമയത്താണ് ആരെയാണോ ഞാൻ വൃദ്ധസദനത്തിന്റെ ഉള്ളിൽ കൊണ്ടാക്കിയത് ആ പ്രിയപ്പെട്ട ഉമ്മ കടന്നു വരികയാണ്. വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം തരികയാ. എന്നിട്ട് എന്നോട് പറഞ്ഞു, പൊന്നുമോനെ, നിനക്ക് അപകടം പറ്റിയത് ഉമ്മ അറിഞ്ഞു. എന്നാലും നിന്നെ നോക്കാൻ നിന്റെ ഭാര്യയുണ്ടല്ലോ. ഞാൻ വരുന്നത് ബുദ്ധിമുട്ടാകുമല്ലോ, അവൾ നിന്നെ നോക്കാതിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കടന്നു വരാത്തത്. ഇന്ന്
നിനക്കതാ നിന്റെ പെണ്ണില്ലെന്നറിഞ്ഞപ്പോ മക്കളില്ലെന്നറിഞ്ഞപ്പോ എത്രയായാലും ഉമ്മാന്റെ മനസ്സിന് സഹിക്കൂലല്ലോ. അതുകൊണ്ട് നിന്റെ ഉമ്മ കടന്നു വന്നതാണ്. ഉമ്മാനെ പോകാൻ പറയല്ല. ഉസ്താദേ, പ്രിയപ്പെട്ട ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തുരുതുരാമുത്തം കൊടുത്തു പോവുകയാണ്. ആ വിറക്കുന്ന കരങ്ങളോടെ പാദങ്ങളോടെ എന്റെ ഉമ്മ കടന്നു പോവുകയാ. കടന്നു പോയിട്ട് എനിക്ക് ഭക്ഷണമുണ്ടാക്കി ആ ഭക്ഷണം കൊണ്ടുവന്ന് എനിക്ക് തരികയാണ്. അത് ഞാൻ കുടിക്കുമ്പോഴെന്റെ ഉമ്മ പറഞ്ഞു, മോനെ രുചിയുണ്ടാകില്ല, പണ്ടത്തെ രുചിയില്ല. ഉമ്മാക്ക് പ്രായം ചെന്നിട്ടില്ലേ? എന്റെ ഉമ്മാന്റെ കവിൾത്തടത്തിൽ കെട്ടിപ്പിടിച്ച് ഞാൻ മുത്തം കൊടുത്തു. ഞാനും എന്റെ ഉമ്മായും പൊട്ടി പൊട്ടി കരഞ്ഞു. ഉസ്താദേ, അങ്ങനെ എത്ര ദിവസങ്ങളാ. എന്റെ മലമെടുക്കുന്നത് ഉമ്മയാണ്. കയ്യിലൊരു ഉറയില്ല. ഞാൻ ചോദിച്ചു, ഉമ്മാ എന്തെങ്കിലും ഒരു കയ്യിലെന്തെങ്കിലും ഒന്നെടുത്തിട്ടെടുത്തൂടെ? ആ സമയത്ത് എന്റെ ഉമ്മാന്റെ കണ്ണു നിറഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചെന്റെ നെറ്റിത്തിളത്ത് മുത്തം തന്നിട്ട് പറയാ, നീ എത്ര വളർന്നാലും ഈ ഉമ്മാക്ക് നീ മകനാണ് മോനെ, ഈ ഉമ്മാക്ക് നീ മോനാണ്. അതുകൊണ്ട് ഉമ്മാക്ക് പ്രയാസമില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ അതൊക്കെ വാരി വൃത്തിയാക്കി എന്നെ കഴുകിയിട്ട് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് വന്ന് നല്ലതുപോലെ കുളിപ്പിക്കുകയാണ്. വൃത്തിയാക്കിയിട്ട് ഞാൻ എന്റെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഉമ്മാ ഈ മകനോട് വെറുപ്പുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, മോനെ ഉമ്മാക്ക് വെറുപ്പുണ്ടെങ്കിൽ ഇവിടെ വരുവോ? അതുപോരാ ചെറുപ്പക്കാരാ, നിങ്ങളെത്ര വെറുത്താലും, നിങ്ങളെത്ര കുറ്റം പറഞ്ഞാലും, നിങ്ങളെത്ര ആക്ഷേപിച്ചാലും നിങ്ങളുടെ ഉമ്മയും ബാപ്പയും നിങ്ങൾക്ക് വേണ്ടി അവർ ദ്വാരക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി അവർ കരയുന്നുണ്ട്. ഉസ്താദേ, പാതിരാത്രി 2:30 മണിയാകുമ്പോ എനിക്കൊരു ഗുളികയുണ്ട് കഴിക്കാൻ. ആ ഒരു ഗുളിക കഴിച്ചിട്ടില്ലെങ്കിൽ നേരം വെളുത്തു വേദനയാണല്ലോ. അങ്ങനെ വിഷമത്തോടുകൂടി കടന്നു പോകുമ്പോഴാണ് യാ അല്ലാഹ്, പ്രിയപ്പെട്ട ഉമ്മ ഒരു ഗ്ലാസ്സിൽ വെള്ളം ചൂടാക്കി രാത്രി എന്നെ വന്നിട്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു, ഉമ്മ ഉറങ്ങിയിട്ടില്ലേ? ആ സമയത്ത് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ ഉറങ്ങിയാൽ നാളെ നേരം വെളുത്ത് നിന്റെ കണ്ണു നിറഞ്ഞു പോയാൽ അത് കാണാനുള്ള മനക്കരുത്തി ഉമ്മക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എന്റെ ഉമ്മ കരഞ്ഞു പോയെങ്കിലോ. ഉസ്താദ്, എന്റെ ഉമ്മ ആ വാഹനത്തിലുണ്ട്. ഞാൻ ആ ഉമ്മയൊന്ന് കാണാൻ ചെന്നു. അല്ലാഹുവേ, ശരീരങ്ങളൊക്കെ ചൊക്കിച്ചുളഞ്ഞ് വയോവൃദ്ധയായ ഒരുമ്മ അവിടെ ഇരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, മോനെ ദ്വാരക്കണം. ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ്? എനിക്ക് വേണ്ടിയാ. മോന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചു, ഇപ്പോഴും മകനോട് വെറുപ്പുണ്ട് ഉമ്മ? അവിടെ നിന്ന് പറഞ്ഞു, മകനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസിന് ദുആ ചെയ്തോ. ഞാൻ മരിച്ചുപോയാ എന്റെ പൊന്നുമോനെ നോക്കാൻ പിന്നെ ഒരാളില്ലല്ലോ എന്നവിടെന്ന് പറഞ്ഞു പോകുന്ന സ്നേഹമുള്ള ഉമ്മമാരാണ് ചെറുപ്പക്കാരാ നിങ്ങളുടെ ഉമ്മമാര്. മക്കള് വരാന് താമസിച്ചാൽ അവൻ എവിടെ എത്തിയെന്ന് വിളിച്ചു ചോദിക്കാൻ പറയുന്ന ഉപ്പമാരാ നിങ്ങളുടെ ഉപ്പമാര്. വിദേശത്തുള്ള എത്ര ചെറുപ്പക്കാരാ, എത്ര സഹോദരങ്ങളാണ്. പെരുന്നാളിന്റെ അന്നത്തെ ദിവസം ഭാര്യയെ വിളിച്ച് സംസാരിക്കാറുണ്ട്, മക്കളോട് സംസാരിക്കാറുണ്ട്. എന്റെ മകൻ ഒരൊറ്റ വെട്ടമെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുമ്പോ ചാര വന്നിട്ട് പോലും ഉമ്മയോട് കൊടുക്കാൻ പറയുന്ന എത്ര മക്കളുണ്ട്. ഭാര്യയും മക്കളും പറഞ്ഞു, മോനെ എന്റെ പ്രിയപ്പെട്ട ഇക്കാ, നമ്മൾ പെരുന്നാളായതുകൊണ്ട് ഇന്ന സ്ഥലത്തൊക്കെ പോവുകയാണ്. ഒരു പക്ഷേ സ്നേഹമുള്ള ഒരു മകനോ ഒരു മകളോ എന്റെ ഉമ്മാന്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കുവോ എന്ന് ചോദിക്കുമ്പോ ഫോൺ കൊടുത്താൽ ഉമ്മ പെരുന്നാളിന്റെ കഥയല്ല പറയുന്നത്. ഉമ്മ ആദ്യം ചോദിക്കുന്നത് ഉമ്മാന്റെ കുട്ടി എന്താണ് കഴിച്ചിട്ടുള്ളത്, ഉമ്മയുടെ കുട്ടി എന്താ കഴിച്ചിട്ടുള്ളത്. പെരുന്നാളായിട്ട് ആരെങ്കിലും വന്നോ? മോനൊറ്റക്കാണോ കിടക്കുന്നത്? ഭക്ഷണം കഴിച്ചോ? ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഉമ്മയും ബാപ്പയുമാണ് ഇന്ന് ഈ സദസ്സിൽ വന്നിരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പരിശുദ്ധമായ റമളാനുണ്ടല്ലോ, ആ റമളാനിന്റെ പുണ്യം നിനക്ക് കിട്ടണോ? ഈ പ്രിയപ്പെട്ട ഉമ്മയോട് ബാപ്പയോട് കടന്നു വന്നുകൊണ്ട് പൊരുത്തം ചോദിക്കുക, ഇല്ലെങ്കിൽ ലഭിക്കൂല. അല്ലാഹുവിന്റെ ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ,
അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയം ബാപ്പയുടെ ഉമ്മയുടെ പൊരുത്തം മേടിച്ചുകൊണ്ട് ഇബാദത്തിലേക്കൊന്ന് കടന്നു വന്നു. ഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബലൽ മമാത്. ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മയെയും ബാപ്പയെയും ഒരു മകനോ മകളോ വെറുപ്പിച്ചു പോയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ആ ശിക്ഷ ഉടൻ തന്നെ അല്ലാഹു കൊടുക്കുമെന്ന് പറഞ്ഞു പോയത് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസിലാൻഡ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.